മക്കളെ നമുക്ക് 2 ഉള്ളിവട ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ഒരു 2 സവാള എടുത്തിട്ട് ഇങ്ങനെ നടുകട ശേഷം നമ്മൾ പാത്രത്തേക്ക് ഇടുക. അതിന് ശേഷം 2 പച്ചമുളക്, ഒരു ഇഞ്ചി എടുത്തിട്ട് അതിലേക്ക് തട്ടുക. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഞങ്ങളുടെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ തക്കാളി ഇപ്പം മീൻ ഇത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒക്കെ കൂടി ഒരു പാത്രത്തിലേക്ക് തട്ടുക. എന്നിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മുളക് പൊടി, നമ്മുടെ സ്വന്തം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞങ്ങൾ നടക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ ചിക്കൻ മസാല മെയിൻ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഞങ്ങളുടെ ഇതുപോലെ ഒരു നൗടാം. എന്നിട്ട് നമുക്കിത് ചപ്പാത്തി പോലെ ഇങ്ങനെ പരത്തി വെക്കാം. അതിന് ശേഷം നമ്മുടെ ഗ്യാസിൽ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഒരു പാനിലേക്ക് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ അരിപ്പൊടി അപ്പോഴേക്ക് തട്ടണ്ട കേട്ടോ. പിന്നെ നമ്മൾ അത് മിക്സാക്കിയിട്ട് പിന്നെ വീണ്ടും തിളച്ച വെളിച്ചെണ്ണയിലേക്ക് രണ്ടും അങ്ങോട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കിട്ടാം മക്കളെ. തട്ട് പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കൽ തുടങ്ങിയിട്ടാണ്. പിന്നെ വീണ്ടും അത് വേവാത്ത കാരണം നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു തുടങ്ങി. വീണ്ടും വണ്ടിയിലേക്ക് അങ്ങോട്ട് മൂച്ചിട്ടാണ്. പിന്നെ നമ്മളിതാ കരിയാനായപ്പോൾ വീണ്ടും നമ്മൾ മടക്കിയിട്ടിട്ടാണ്. മടക്കിയിട്ട ശേഷം വീണ്ടും നമ്മൾ വാർത്തെടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടി വീണ്ടും നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് എടുത്ത് കേട്ടാം. പിന്നെ നമുക്കെല്ലാം കൂടെ നിറച്ച് വെക്കാട്ടോ. അതിന് ശേഷം നമുക്കത് പാത്രത്തേക്ക് തട്ടി വല്യപ്പാൻ ചായ എടുക്കാൻ വിളിച്ചിട്ട് പിന്നെ വീണ്ടും അടുത്തതിലേക്ക് പോവാം. പിന്നെ നമ്മുടെ അടുക്കളയുടെ പോലെ ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ നമുക്ക് പാത്രങ്ങൾ കത്തിയിട്ടുണ്ടായതുകൊണ്ട് അതിനൊക്കെ കഴുകി വെച്ച് നീറ്റാക്കിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പം നാളെ കാണാട്ടോ.